ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ സ്വന്തം കക്കറോട്ടി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്കായി ആദ്യം തന്നെ വേണ്ടത് അരിയാണ്. പുഴുങ്ങലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു കാസർ പുഴുങ്ങലരി ഒരു 5-6 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കായി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു തരിതരിപ്പോട് കൂടി ഒന്ന് ജസ്റ്റ് മിക്സിയിൽ അരച്ചെടുക്കുക. അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പില ചപ്പിടുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകവും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. മില്ലിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ പത്തിന് വേണ്ടി പൊടിപ്പിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. അത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എങ്ങനെയാണ് എന്ന്. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി ആവിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലയിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ചെയ്യുന്നത് കാണുന്നുണ്ടാവും. അതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ഇല കഷ്ണത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് മൊത്തം അരിയും കൂടി അങ്ങനെ ചെയ്തെടുക്കണം. ലാസ്റ്റോട്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു മടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് അതിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസമെല്ലാം കാണും. കുറച്ച് വലുതെല്ലാം ആവും ഇത് കഴിയാതിരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വണ്ണത്തിൽ നമുക്കിത് ഉരുട്ടിയിട്ടൊന്ന് എടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ആവി കയറ്റാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വിറകടുപ്പിലാണ് ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നത്. മൊത്തം അതിൻ്റെ മേലായിട്ട് തന്നെ നല്ലോണം ആവി കയറാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു കറിയുടെ രൂപത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എല്ലാം മുറിച്ചിട്ട ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ രൂപത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ മസാല പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ലൂസുള്ള കറിയായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 സ്പൂണ് മുളക് പൊടിയും ഒരു 5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ അല്പസമയം ചിക്കൻ വേവുന്നത് വരെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കക്കറോട്ടിയും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇവയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കറിയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വേണ്ട മല്ലിയിലയും ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച ആ കക്കറോട്ടിയും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പല രീതിയിലും പലരും തയ്യാറാക്കാറുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്ക്, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ മറക്കണ്ട, എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, ബായ്.